അടുത്ത നാലാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കൂ. മായാമോഹിനിയായി എത്തുന്ന മോഹനകൃഷ്ണന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? എ MBA, ബി MCA, സി M.Tech. 20 സെക്കൻഡ്സ്. MBA ആണോ? അല്ലെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അതേന്ന് അനുശ്വര പറഞ്ഞു കേട്ടായിരുന്നു. അതേന്ന് രണ്ടിലിരിക്കുന്നു. അപ്പം എ MBA ഡബിൾ പോട്ട് പൂട്ടി അവിടെ ഇട്ടിരിക്കുന്നു. അനശ്വര, ഇവിടുത്തെ ദീപ പറഞ്ഞു ദീപയുടെ നക്ഷത്രം കാർത്തികയാണെന്ന്. അനശ്വരയുടെ നക്ഷത്രം ഏതാണ്? ഉത്രം. ആ അയ്യപ്പന്റെ നക്ഷത്രമാണ്. കണ്ടോ? കണ്ണു നിറയാതിരുന്ന കൊള്ളാം ഞാൻ. എല്ലാം ഒരു കോയിൻസിഡൻസ് ആണ്. ഈ പ്രപഞ്ചമേ ഒരു കോയിൻസിഡൻസ് ആണ്. എല്ലാം കൂടെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ദീപയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണോളം കണ്ടതുപോരാ, കാതോളം കേട്ടതുപോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി? അയ്യൻ ശരണം സ്വാമിയെ, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരത്തിരികൾ കണ്ടക്കി കാണിപ്പൊന്നും നടയ്ക്കു വയ്ക്കുന്നേ. കണ്ണോളം കണ്ടതുപോരാ, കാതോളം കേട്ടതുപോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി? അപ്പൊ അങ്ങനെ കരയിപ്പിച്ചല്ലേ. നക്ഷത്രമോ ഉത്തരം, ഇട്ട ഡ്രസ് നീല, അയ്യപ്പന്റെ ആരാധിയ, പിന്നെ അയ്യപ്പണ്ണനെ കെട്ടാൻ പോണു എന്ന് വേണ്ട. എ MBA ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 18,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അത്. അപ്പൊ അനശ്വര, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം പറയാം നേടാം എന്ന ഈ ഷോയിൽ ഞങ്ങളുടെ കൂടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ. ഓക്കെ, ബൈ. ബൈ. അടുത്ത സെക്ടർ രാജമാണിക്യം. തുടങ്ങാം. രാജമാണിക്യം. അപ്പോ ഒറ്റ ചോദ്യം, ഓപ്ഷൻസ് ഇല്ല. 10 സെക്കൻഡ്. റെഡിയാണോ? ഒറ്റ ചോദ്യം, ഓപ്ഷൻസ് ഒന്നുമില്ല. 10 സെക്കൻഡ്. റെഡി? റെഡി. ഈ സിനിമയിൽ മോഹനകൃഷ്ണന്റെ അമ്മയുടെ പേര് എന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8, സരസ്വതി അന്തർജനം. 6, 5, 4, 3, 2, 1. എന്താണ് പറഞ്ഞത്? സരസ്വതി അന്തർജനം. അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ? എവിടെ കേട്ടതുപോലെ ഉണ്ടല്ലേ? അയ്യോ, ലെവള് പുലിയാണെന്ന പുലി. വളരെ ശരിയാണ്. അങ്ങനെ ദീപ, താങ്കൾക്ക് 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ.